കൊല്ലം ജില്ലയിലെ കിഴക്കേക്കല്ലടയിൽ മറ്റൊരു പൂരസംസ്കാരത്തിന് തിരിതെളിയുകയാണ്. അപർണോത്സവം 2025. കിഴക്കേക്കല്ലടയിലെ ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ഉത്സവമാണ് അപർണോത്സവം. ഏകദേശം 700 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പുരാതന ക്ഷേത്രം. ഒരു കാലഘട്ടത്തിലെ ഹിന്ദു സമാജത്തിന്റെ അപജയം കാരണമോ വേലുത്തമ്പിയെ അന്വേഷിച്ചിറങ്ങിയ ബ്രിട്ടീഷ് പട്ടാളക്കാരാലോ തകർക്കപ്പെട്ടുപോയ പുതിയിടത്ത് ശ്രീപാർവതി ദേവി ക്ഷേത്രം പിന്നീടങ്ങോട്ട് ക്ഷേത്രത്തിന്റെ ഇരുണ്ട കാലഘട്ടമായിരുന്നു. കാടുകയറി സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായി ക്ഷേത്രം മാറിയിരുന്നു. ശ്രീകോവിലിനുള്ളിലെ വിഗ്രഹം തകർക്കപ്പെട്ട നിലയിലും. അങ്ങനെ പതിറ്റാണ്ടുകളുടെ തകർച്ചയിൽ നിന്നും 2000-ന്റെ ആദ്യ കാലഘട്ടത്തിൽ പ്രദേശവാസികൾ ചേർന്ന് ക്ഷേത്രം പുനരുദ്ധരിക്കാൻ ശ്രമം ആരംഭിച്ചു. ബാലാലയം നിർമ്മിച്ച് വിഗ്രഹം പ്രതിഷ്ഠിച്ചു. പക്ഷേ അവർക്കത് അധികം മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. പിന്നീട് പ്രദേശത്തെ സ്വയം സേവകർ ആ ഉദ്യമം ഏറ്റെടുത്തു. ഞാനിവിടെ വരുമ്പോ ഇവിടെ എല്ലാം കാടാ. ഈ പരിസരത്തെങ്ങും ഒരു വീടുമില്ല, മൊത്തം കാടാ. ഇവിടെ പശുവിനെയും ആടിനെയും പട്ടിയെയും എല്ലാത്തിനെയും തല്ലിക്കൊന്ന് ഇവിടെ ചാരായം കുപ്പ് എല്ലാം നടന്ന ഒരു ഭവനമാണ്. എല്ലാം വെട്ടി തെളിച്ചപ്പോഴാണ് ആ കോവിലിനകത്ത് ഒരമ്മ ഇരിക്കുന്നത് കണ്ട്. അന്ന് തൊട്ട് എന്തോ വേണം എങ്ങനെ വേണം നമുക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈ പിള്ളേരെല്ലാവരും കൂടെ വെട്ടിത്തെളിച്ച് അമ്മയെ എങ്ങനെ എന്ത് ചെയ്യണം, അന്ന് പിള്ളേരെല്ലാവരും കൂടെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി. അവരൊക്കെ ചില കാര്യങ്ങളെല്ലാം പിള്ളേർ നടത്തി. പിന്നെ വേറെ ഓരോരുത്തരും ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ അവരാരും ഇട്ടേച്ച് പോയതേ ഉള്ളൂ. ഇപ്പം പിന്നെ ഇതുങ്ങളെല്ലാം കൂടെ വന്ന് ഇപ്പം ഇത്രയും വർഷം കൊണ്ട് ഇവിടെ ഇത്രയും ആക്കി എടുത്തത്. പിന്നെ ഒറ്റത്തടിച്ച കൊണ്ടുവന്ന് പണിഞ്ഞ ഒരു അമ്പലമാണ്. അതിനൊരുപാട് സാഹസ്യമുണ്ട്. പിന്നീടങ്ങോട്ട് 1.5 പതിറ്റാണ്ടിന്റെ കഠിന പ്രയത്നം, ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തന രീതി. തകർന്നുകിടന്ന ശ്രീകോവിൽ പൂർണ്ണമായും പൊളിച്ചുമാറ്റി പുതിയ ശ്രീകോവിൽ നിർമ്മിച്ചു. ക്ഷേത്ര തച്ചുശാസ്ത്ര വിധി പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. നമസ്കാരം. ഇത് പുതിയടത്ത് ശ്രീപാർവതി ദേവി ക്ഷേത്രമാണ്. ഇവിടെ നമ്മുടെ വേലുത്തമ്പി മഹാരാജാവിനെ അനുയായികൾ തിരക്കി വന്ന സമയത്ത് സുൽത്താൻ്റെ ആൾക്കാരാണെന്ന് തോന്നുന്നു ഈ അമ്പലം അടിച്ചു തകർത്തിട്ട് പോയതാണ്. ഏകദേശം 700 വർഷത്തിന് മുമ്പ് അടിച്ചു തകർത്തിട്ടതാണ്. ഈ ക്ഷേത്രത്തിന് 1000 വർഷത്തെ പഴക്കമുണ്ട്. ഇത് പല ഗ്യാങ്ങുകൾ വന്ന് ഈ അമ്പലം നന്നാക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല, അവരെല്ലാം ഇട്ടിട്ട് പോയി. ഇത് ആ സമയത്ത് ഫുള്ളായിട്ട് കാട് പിടിച്ച് കിടന്ന ക്ഷേത്രമാണ്. ഇപ്പോൾ ഞങ്ങളിത് ഏറ്റെടുത്ത് 20 വർഷത്തോളമായി. ഈ ക്ഷേത്രം ഇപ്പോൾ ദേവിയെ ബാലാലയത്തിൽ എത്തിയിട്ട് 24 വർഷമായി. ഈ ക്ഷേത്രം ഞങ്ങൾ ഏറ്റെടുത്തത് പിന്നെ ഇപ്പോൾ അഹോരാത്രം പ്രയത്നിച്ച് ഒരുമാതിരി നല്ല രീതിയിൽ ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചു. ഇപ്പോഴും അതിൻ്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ നമസ്കാരം. എൻ്റെ പേര് ശശിധരൻ നായർ. ഞാൻ കൊല്ലം ജില്ല ശാസ്താംകോട്ട താലൂക്ക് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയാണ്. ഈ ക്ഷേത്രം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അവർ കേരളം മുഴുവനുള്ള ക്ഷേത്രങ്ങളും പുരാതന സ്ഥാപനങ്ങളും നശിപ്പിച്ചു വരുന്ന വഴിയിൽ വേലുത്തമ്പി ദളവായി അന്വേഷിച്ച് പോകുന്ന വഴിയിൽ കണ്ട് അവർ നശിപ്പിച്ചു പോയ ഒരു ക്ഷേത്രമാണ്. ഇത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. ഏകദേശം 700 വർഷത്തോളം പഴക്കം ഉണ്ട് ഈ ക്ഷേത്രത്തിന് എന്നാണ് എൻ്റെ അറിവ്. ഇവിടുത്തെ ജനങ്ങളുടെ ദുഃഖം അകറ്റുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അങ്ങനെ ഉള്ള അറിവിൻ്റെ ഒരു അടിസ്ഥാനം വെച്ചും കൊണ്ട് ഇവിടുത്തെ പൗരജനങ്ങൾ ഇറങ്ങിത്തിരിച്ചു. ഇതിൻ്റെ കാടും എല്ലാം വെട്ടിത്തെളിച്ച് ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി ശ്രമിച്ചു. അങ്ങനെ അവർ ക്ഷേത്ര സംരക്ഷണ സമിതിയെ സമീപിച്ചപ്പോൾ അവർക്ക് അതിൻ്റെ അധികാരം കൊടുത്താൽ അവർ ഈ ക്ഷേത്രം നന്നാക്കുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്നുള്ള ഒരു വാഗ്ദാനത്തിൽ മുൻപോട്ട് വരികയായിരുന്നു. അങ്ങനെ പുനരുദ്ധാരണം ചെയ്ത് ഇവിടുത്തെ പൗരജനങ്ങളുടെയും നാട്ടുകാരുടെയും നല്ല സഹായത്തോടു കൂടി ഈ പ്രവർത്തനം ഇന്ന് കാണുന്ന നിലയിലെത്തി. ഇതിൻ്റെ പ്രതിഷ്ഠാകർമ്മം തുടങ്ങുന്നത് 2025 മെയ് മാസം 3-ാം തീയതി മുതലാണ്. ഇത് അപർണോത്സവം എന്ന നാമധേയത്തിലാണ് തുടങ്ങുന്നത്. ഇതിൽ വിശിഷ്ട വ്യക്തികളായ നമ്മുടെ പലരും പങ്കെടുക്കുന്നുണ്ട്. 10 ദിവസത്തെ പ്രോഗ്രാമാണ്. മെയ് 3-ാം തീയതി ഈ ക്ഷേത്രത്തിൽ ദേവിയുടെ പ്രതിഷ്ഠ എത്തുന്നതോടൊപ്പം അന്നു മുതൽ ഇതിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്.
സ്വയം സേവകർക്കൊപ്പം സമൂഹം ഒറ്റക്കെട്ടായി ഇറങ്ങിയപ്പോൾ ശ്രീകോവിലിനും മണ്ഡപത്തിനും മുന്നിലായി ബലിക്കൽപുരയും വലിയമ്പലവും സാധ്യമായി. ഏകദേശം ഒരു 800 വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത്. കുഞ്ഞുനാളിലൊക്കെ നമ്മളിവിടെ വരുന്ന സമയത്ത് വളരെ തകർന്ന് കിടക്കുകയാണ്, കാട് പിടിച്ച് വളരെ മോശമായ അവസ്ഥയിൽ കിടന്നതാണ്. പിന്നെ വിഗ്രഹമൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നു, അത് ഞങ്ങൾ പിന്നെ എടുത്തു. പിന്നെ ഇതിൻ്റെ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങിയ ശേഷം സംഘത്തിൻ്റെയും ക്ഷേത്ര സംരക്ഷണത്തിൻ്റെയും വളരെയധികം പിന്തുണ ഇതിന് കിട്ടി. അതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഈ നിലയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞൊരു പിന്തുണ അവർക്കുണ്ട്. സംഘത്തിൻ്റെ വളരെ നിർലോഭമായൊരു സഹകരണം ഇതിനകത്തുണ്ട്. അതും പിന്നെ ഒരു മുഖ്യ ഘടകമായി. ഇന്ന് ക്ഷേത്രം ദേവിയുടെ പ്രതിഷ്ഠയ്ക്കായി ഒരുങ്ങിയിരിക്കുകയാണ്. പ്രതിഷ്ഠാ ഉത്സവം ദേശോത്സവമായി മാറ്റാനുള്ള ഉദ്യമത്തിലാണ് ഇപ്പോൾ ക്ഷേത്രം ഭാരവാഹികൾ. മെയ് 3 മുതൽ 12 വരെ ക്ഷേത്രം തന്ത്രി മുടിപ്പിലാപ്പള്ളി മഠം ബ്രഹ്മശ്രീ വാസുദേവ സോമയാജിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കുന്നത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന അപർണോത്സവത്തിൽ ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി, പ്രജ്ഞാപ്രവാഹ് അഖിലേന്ത്യാ സംയോജക് J നന്ദകുമാർ, സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി, കേസരിവാരിക മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു, ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമ്പർക്ക പ്രമുഖ് പ്രൊഫസർ നാരായണ ഭട്ടതിപ്പാട്, സ്വാമിനി മായ ശാരദാനന്ദ സരസ്വതി, സ്വാമിനി ഗീത ശാരദാനന്ദ സരസ്വതി, സ്വാമി ദയാനന്ദ സരസ്വതി, അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശങ്കുറ്റിദാസ് പൊന്നാനി, RSS ദക്ഷിണ ക്ഷേത്രീയ കാര്യവാഹ് M രാധാകൃഷ്ണൻ, അമൃത TV ശ്രേഷ്ഠ ഭാരത മത്സരാർത്ഥി K രാഹുൽ, RSS മുൻ അഖില ഭാരതീയ കാര്യകാരി അംഗം S സേതുമാധവൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക സന്യാസി ശ്രേഷ്ഠർ പങ്കെടുക്കുന്നു. അപർണോത്സവത്തിന്റെ ഭാഗമായി പുതിയിടത്ത് ഏലായിൽ വ്യാപാര വിനോദോത്സവങ്ങളും ഉൾപ്പെടുത്തി അപർണോത്സവം ഫെസ്റ്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകളുടെ തകർച്ചയിൽ നിന്നും പുതിയിടത്ത് ക്ഷേത്രത്തിന് ശാപമോക്ഷം. ക്ഷേത്രത്തിന്റെ മോക്ഷത്തിനായി അവതാരം കൊണ്ട സമൂഹം, പിന്തുണയും കരുത്തുമായി സംഘവും ക്ഷേത്ര സംരക്ഷണ സമിതിയും. ന്യൂസ് ഡെസ്ക്, കേരള പ്രൈം ടുഡേ.